വരും എല്ലാം നല്ല പടമായിരുന്നു. പിള്ളേർ കാണേണ്ട പടമാണ്. സാറുമാരും അതുപോലെ ബാക്ക് ടു സ്കൂൾ ഒന്ന് പോയി വരും. അത്രയ്ക്ക് സൂപ്പർ സിനിമയാണ്. പിള്ളേരൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഒന്നും പറയാനില്ല. അൺബീറ്റബിൾ പടം. പിള്ളേരുടെ ഒരു അവരാജ് പൊളിയായിട്ട് ചെയ്തു. സൂപ്പർ പടം. നല്ല പടമായിരുന്നു. പിള്ളേർ കാണേണ്ട പടമാണ്. സാറുമാരും അതുപോലെ നല്ല പടം. നല്ല പടമായിരുന്നു. സൂപ്പർ. എല്ലാ മക്കളും നന്നായിട്ട് തന്നെ. അയ്യോ സൂപ്പർ പടമാണ് കേട്ടോ. നല്ല രസമാണ്. അതായത് ഒരു ക്ലാസ് റൂം മാത്രം വെച്ച് അത്ര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മാതൃകാ പടമായിരിക്കും. കുട്ടികൾക്കും എല്ലാം സൂപ്പറായിരുന്നു. എല്ലാരും അടിപൊളിയായിരുന്നു. എല്ലാരും കാണേണ്ടതാ. കുടുംബസമേതം കാണാൻ പറ്റിയൊരു നല്ല സൂപ്പർ അടിപൊളി. തിയേറ്റർ വാച്ച് നൊസ്റ്റാൾജിയ അടിച്ചിട്ട് കരയും. അത്ര നമ്മുടെ ബാക്ക് ടു സ്കൂൾ ഒന്ന് പോയി വരും. അത്രയ്ക്ക് സൂപ്പർ സിനിമയാണ്. പിള്ളേരൊക്കെ പൊളിച്ചിട്ടുണ്ട്. തകർത്തു. അടിപൊളി. ഒരു ടാക്സ് തന്നെ ഇതിന് ഒഴിവാക്കി കൊടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭ്യർത്ഥന ഗവൺമെന്റിനോട്. മസ്റ്റായിട്ട് എല്ലാ കുട്ടികളെയും, സ്കൂളിലെ എല്ലാ കുട്ടികളെയും ഈ പടം കാണിക്കണം എന്നൊരു ഒരു അഭ്യർത്ഥനയാണ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ഇതിന്റെ ഫസ്റ്റ് മൂവിയാണ്. ചെറിയൊരു സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആദ്യം തൊട്ട് അവസാനം വരെയുള്ളത് അടിപൊളിയായിരുന്നു. എനിക്ക് കുറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയായിരുന്നു. ഞങ്ങൾക്ക് ആക്റ്റീവ് ഒക്കെ പഠിപ്പിച്ചു തന്നായിരുന്നു അവര്. കുറെ നല്ല രസമുള്ള ഒരു ജേർണി ആയിരുന്നു. എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്യണം. കാണാൻ പറയണം. ഫാമിലി ഞങ്ങൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക് യു. എല്ലാരും സിനിമ വന്ന് കാണുക. ഇത്രയും വരെ ഇത് ഇറങ്ങാൻ വേണ്ടി കുറെ കഷ്ടപ്പാടായിരുന്നു. അപ്പൊ ഇവിടെ എത്തിയപ്പോഴത്തേനും ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാരും വന്ന് കാണുക. എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ. ശ്രീകുട്ടന് എല്ലാരും കാണണ്ട് കിട്ടണം. എല്ലാരും കണ്ട് പറയട്ടെ. എല്ലാരും ഓട്ടി നൽകണം. സിനിമ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആരാണ് ജയിക്കാൻ പോകുന്നത്. അപ്പം നിങ്ങൾ സിനിമ കാണണം. കൊച്ചു പിള്ളേർന്നൊന്നുമില്ല, വലിയവർക്കും കാണാം, എല്ലാവർക്കും കാണാം. സിനിമ വിജയിപ്പിക്കണം. അത്ര മാത്രം. സ്ത്രീകള് വരും. എല്ലാം അവര് ഹെഡ്മാസ്റ്ററായിട്ട് അഭിനയിച്ചാണ്. എന്തായാലും കുട്ടികളെ ട്രെയിൻ ചെയ്ത് ഇതുപോലെ ഒരു പടം ത്രൂ ഔട്ട് കുട്ടികളാണ് പടം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂൾ കുട്ടികൾക്കും ഇതൊരു പ്രചോദനമായിരിക്കും. പിന്നെ നല്ലൊരു മെസ്സേജാണ് അവസാനം കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് ബെഞ്ച്, ബാക്ക് ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ച്, അങ്ങനത്തെ ഒരു ഇതില്ലാതെ നമ്മളെല്ലാവരും ഒരേ ലെവലിൽ ഇരിക്കണം എന്നൊരു മെസ്സേജ്. അപ്പൊ കുട്ടികളിൽ ഒരു വകതിരിവില്ലാതെ ഏറ്റെടുക്കും കുട്ടികളെല്ലാവരും. പിന്നെ നല്ല ഹ്യൂമർ ഉണ്ട്. കുട്ടികളിൽ കാണാവുന്ന നല്ലൊരു ഫാമിലി അടക്കം കാണാവുന്ന നല്ലൊരു എന്റർടൈൻ പടമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ ഡയറക്ടർ. ഇതിന് പിന്നിൽ എഫേർട്സ് ചെയ്ത എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പടം നല്ല ഗംഭീരമാവട്ടെ. അതെ അതെ, നല്ല ഗംഭീരമായിട്ടുണ്ട്. പണ്ട എല്ലാ ആൾക്കാരോടും ഇവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. നല്ലൊരു മെസ്സേജാണ് കൊടുക്കുന്നത്. നല്ല മെസ്സേജായിരുന്നു. ഇഷ്ടപ്പെടില്ലെങ്കിൽ കൂടി ഇഷ്ടപ്പെടും എന്ന് പറയേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഇത് നമുക്ക് 100% മനസ്സറിഞ്ഞ് ഗംഭീര പടം എന്ന് പറയാൻ പറ്റിയ ഒരു പടം. കാരണം ഒരു ഫ്രഷ്നെസ് ഉണ്ട്. എന്താ പറയാ, ഒരു ഫാമിലി ഫുൾ പാക്കേജ് ഫാമിലി മൂവിയാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ നന്നായി ചിരിക്കാനും ഒരു മെസ്സേജും എല്ലാ രീതിയിലും ഒരു ഗംഭീര പടമാണ്. വളരെ വളരെ രസകരമായിട്ടുള്ളൊരു മൂവി. തീർച്ചയായിട്ടും. അതായത് നമ്മളെപ്പോഴും കുട്ടികളിലൂടെയാണ് നമ്മുടെ ഓരോ ഘട്ടം മുന്നോട്ട് പോകുന്നത്. ഇവിടുത്തെ പൗരന്മാരാണെങ്കിലും എല്ലാം വരുന്നത് കുട്ടികളിലൂടെയാണ്. അത് നമ്മളെങ്ങനെ കുട്ടികളെ നിയന്ത്രിക്കണം എന്നുള്ളതും കുട്ടികൾക്ക് എന്താണ് കൊടുക്കേണ്ടത് എന്നുള്ളതും അധ്യാപകർ എന്താണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതും കറക്റ്റായിട്ട് ആ സിനിമ പറയുന്നുണ്ട്. കുട്ടികളെ എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെയാണ് നമ്മൾ കുട്ടികളോട് ബിഹേവ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അധ്യാപകർ എങ്ങനെയാവണം എന്നുള്ളത് കൂടി ഈ സിനിമയിൽ പറയുന്നുണ്ട്. തീർച്ചയായും ഇന്നത്തെ കാലത്തിന് പറ്റിയൊരു നല്ല മൂവിയാണ്. ഇതിൽ അഭിനയിച്ച ഞങ്ങളുടെ സുഹൃത്ത് രാമേട്ടൻ നല്ലൊരു അധ്യാപകനായിട്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. മാസ്റ്ററായിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിനും
ടീച്ചർക്ക് സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ഇവരുടെ കൂടെ നിൽക്കുമ്പോ എന്തോ ഞാൻ ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും. എന്താ പറയാ, ഞങ്ങൾ അടിച്ചു പൊളിച്ചാണ് ഷൂട്ടൊക്കെ ചെയ്തത്. പിള്ളേരൊക്കെ വലുതായി, വളരെ ഇപ്പം കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഭയങ്കര സന്തോഷമുണ്ട് ശരിക്കും, ഭയങ്കര ഇമോഷണൽ ആണ് ശരിക്കും. ഞങ്ങൾ ഭയങ്കര അല്ലേ, ഭയങ്കര സന്തോഷം ശരിക്കും. എല്ലാരും കാണിക്കാൻ മാക്സിമം നിങ്ങളാണ് പ്രൊമോട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ചെറിയ സിനിമ ആയതുകൊണ്ട് നമുക്ക് അതിനുള്ള പരിമിതികളുണ്ട്. അപ്പോ അതെ അതെ അതെ, അതാണ് അതിന്റെ വിജയം. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് ഒരുപാട് എന്താ പറയാ, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ഇപ്പൊ ഓടുന്നുണ്ട്. അറിയില്ല ഇനി പുഷ്പ വരും. അപ്പൊ ഞങ്ങളുടെ സിനിമ തഴയപ്പെടുമെന്നുള്ള പേടി ഞങ്ങൾക്ക് സത്യസന്ധമായിട്ടും ഉണ്ട്. പക്ഷെ ഇത് കാണേണ്ട സിനിമയാണെന്നുള്ള ഭയങ്കര വിശ്വാസം ഞങ്ങൾക്കുണ്ട്. മിസ് ചെയ്യരുത്. ഇപ്പൊ ഇതിനു മുന്നേ ഞങ്ങൾ ഭരതനാട്യം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്ത സമയത്ത് ഇതേപോലെ ഞാൻ പറഞ്ഞായിരുന്നു നല്ല സിനിമയാണ് കാണണം. പക്ഷെ OTT വന്നപ്പോൾ അത് ഒരുപാട് പേര് പറഞ്ഞു അയ്യോ ഇത് തിയേറ്ററിൽ മിക്സായി പോയി. അതുപോലെ തന്നെ ഇതും അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താ പറയാ, ഈ പിള്ളേരുടെ തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, അത് മിസ് ചെയ്യരുത്. ശരിക്കും പിള്ളേര് കാണണം അല്ലെങ്കിൽ ഫാമിലി വന്ന് കാണണം എന്ന് പറയുന്ന അങ്ങനെ ഞങ്ങൾ തള്ളുന്നതല്ല. ബേസിക്കലി സ്റ്റുഡൻസും ആണെങ്കിലും അവരുടെ ടീച്ചേഴ്സ് ആണെങ്കിലും ഒക്കെ നന്നായിട്ട് വന്ന് കാണേണ്ട പരിപാടിയാണ്. എന്താ പറയാ, നൊസ്റ്റാൾജി അടിക്കുന്നവർക്ക് അടിക്കും എന്ന് പറഞ്ഞത് ഒരു എന്താ പറയാ, പഴയ കാലഘട്ടത്തിലെ പിള്ളേരുടെ സിനിമയല്ല. ഇവരെ പോലെ ഇതുപോലെ വൈബുള്ള കുറെ പിള്ളേരുടെ സിനിമയാണ്. അപ്പോ പിള്ളേരായിട്ട് സ്കൂളുകളൊക്കെ ഒന്ന് മുൻകൈ എടുത്ത് കാണേണ്ട സിനിമയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല രസമുണ്ട്, അടിപൊളി. സാമേട്ടന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് ഞാനും അഭിഷേക് കൊണ്ടുവന്നത്. കാസ്റ്റിംഗ് ഡയറക്ടറാണ്. ഒരാളും കൂടെ ഉണ്ട്, സുജയ്. ഇത് പ്രണവ്. അപ്പൊ പിന്നെ ഈ പടത്തിൽ ഞാൻ ലിറിക്സും കൂടെ എഴുതിയിട്ടുണ്ട്. ടൈറ്റിൽ സോങ്ങും ക്ലൈമാക്സിലെ പാട്ടും ഞാനാണ് എഴുതിയത്. പിന്നെ ക്രിക്കറ്റിന്റെ പോർഷനിലുള്ള സോങ് ഞാനാണ് എഴുതിയത്. ഇവരെ 2 വർഷത്തെ കാത്തിരിപ്പാണ് ഞങ്ങളുടെ. അതാണ് ഈ പടം. അതാണ് ഞാൻ ഒന്നും പറയാത്തത്. നിങ്ങള് പറ്റൊക്കെ കേറി കണ്ടിട്ട് പറയാം. എനിക്കിത് പറയാൻ അവകാശമില്ല. അപ്പൊ എല്ലാരും കണ്ടിട്ട് അഭിപ്രായം, ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം പറഞ്ഞാൽ ശരി. നിങ്ങളെല്ലാവരും പടം കാണാം. നിങ്ങൾ പടം കണ്ട് നിങ്ങൾ വിജയിപ്പിച്ചാൽ അതിന്റെ കൂടുതൽ തിയേറ്റേഴ്സ് കിട്ടത്തുള്ളൂ. നല്ലൊരു മെസ്സേജ് ഉള്ള സിനിമയാണ്. അതുകൊണ്ട് ഇതെല്ലാം നാളത്തെ താരങ്ങളാണ്. നിങ്ങളാണ് ഇവരെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും കാണുക, തിയേറ്ററിൽ തന്നെ കാണുക മാക്സിമം. എന്നിട്ട് പറയാം നമ്മുടെ കാസ്റ്റിംഗ് എങ്ങനെ ഉണ്ടായിരുന്നൊക്കെ പറയാ. നമുക്ക് വീണ്ടും കാസ്റ്റ് ചെയ്യാൻ അവസരങ്ങൾ ഉണ്ടാക്കി തരാം അല്ലേടാ? അതെ, ആ പടം എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഇവിടെ കിട്ടുന്ന റിസൾട്ട് എന്താണോ, നല്ലതാണോ മോശമാണോ, അത് ആൾക്കാരിലേക്ക് എത്തിക്കുക. ഈ സിനിമ എന്താണോ ഡിസേർവ് ചെയ്യുന്നൊരു പൊസിഷൻ അത് ഞങ്ങൾക്ക് തരിക. പൊട്ടാനുള്ള പടമാണെങ്കിൽ പൊട്ടിച്ച് തന്നെ കൈ തരിക. പക്ഷെ വിജയിക്കാനുള്ള പടമാണെങ്കിൽ വിജയിപ്പിച്ചു കൂടി തരിക. താങ്ക് യു. നമുക്ക് വെച്ചാല് നമ്മൾ 2 വർഷം കഷ്ടപ്പെട്ട്, അതായത് പ്രൊമോഷൻ ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ ആക്ച്വലി ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ നമുക്ക് തിയേറ്ററിൽ നിന്ന് കിട്ടിയ റെസ്പോൺസ് വളരെ നല്ല റിവ്യൂ ആണ്, വളരെ നല്ല റെസ്പോൺസ് ആണ്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് തന്നെ നമ്മളെ സിനിമയെ വിജയിപ്പിക്കുക. കാരണം പ്രൊമോഷൻ ഒന്നും ഇല്ലാണ്ട് ഒരു സിനിമ നല്ല രീതിയിൽ ഇറക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അപ്പൊ കുട്ടികളൊക്കെ വളരെ രസമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും കണ്ട് പബ്ലിസിറ്റി വഴി തന്നെ നമ്മുടെ സിനിമയെ വിജയിപ്പിക്കുക. താങ്ക് യു.